നാളെ അല്ലെങ്കിൽ ഈ കമ്മിങ് വീക്കിലേക്ക് ഞാൻ കൺസിഡർ ചെയ്യുന്ന കുറച്ച് സ്റ്റോക്സാണ് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയേക്കുന്ന. ഫോർ എ സ്റ്റഡി പർപ്പസ് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടിരിക്കുന്ന കുറച്ച് സ്റ്റോക്സാണ് ഈ കാണുന്നത്. സോ അതിൽ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് അനലൈസ് ചെയ്ത് നോക്കാം. നാറ്റ്കോ ഫാർമയാണ് ആദ്യത്തേത്. അത് ഡേ ക്യാൻഡലിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കും. നല്ലൊരു ക്യാൻഡിലാണ് ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. നല്ലൊരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ചെയ്തേക്കുന്നത്. നമ്മളിവിടെ ഒരു ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് വരച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം 1485 ബോഡി ക്ലോസ് ചെയ്തിരിക്കുന്നത്. പിവറ്റ് പോയിന്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും 1515 1517 അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. സോ നാളെ നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻട്രാഡേക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു പിക്ക് തന്നെയാണ്. നല്ലൊരു പൊസിഷനിലാണ് നാറ്റ്കോ ഫാർമ നിൽക്കുന്നത്. 1485 നിന്ന് ക്രോസ് ചെയ്ത് 1490 ക്രോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 1485 മുതൽ 1% മൂവ് എടുത്തിട്ട് എക്സിറ്റ് ചെയ്യുക എന്നുള്ളൊരു കൺസിഡറേഷനിലാണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും നാറ്റ്കോ ഫാർമ എന്നെനിക്ക് തോന്നുന്നു. RSI 67.81 ഉണ്ട്. അത് ഫേവറബിൾ ആണ്. വോളിയം നോട്ട് ബാഡ്, അത്യാവശ്യം നല്ല വോളിയം ഉണ്ട്. സോ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സ്റ്റോക്കാണ് നാറ്റ്കോ ഫാർമ. നെക്സ്റ്റ് വാർണിയർ എഞ്ചിനീയർ ആണ്. അതിൽ ചാർട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ചാർട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഡേ ക്യാൻഡിലിൽ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മൾ പിവറ്റ് പോയിൻ്റ് ഇട്ട് എക്സാമിൻ ചെയ്യുകയാണെങ്കിൽ ഈ പിവറ്റ് പോയിൻറ്റിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാൻ ഈ ഗ്രീൻ ലൈനായിട്ട് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നതെല്ലാം ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസസ് ആണ്. ഇതും നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. RSI 60 അബോവ് തന്നെ നിൽക്കുന്നു. 62.32 RSI ഉണ്ട്. ഇതും നമുക്ക് നാളത്തേക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. നെക്സ്റ്റ് CLESL ആണ്. ഇന്ന് 363 ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് 356 സംതിങ്ങിലാണ് ക്ലോസിങ് വന്നിട്ടുള്ളത്. ഡേ ക്യാൻഡിലിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇതൊരു ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് ഏരിയയാണ്. ഇത് ഞാൻ ഒരു റെക്കമെൻഡേഷൻ ഒന്നുമല്ല, ഇത് ഞാൻ എൻ്റെ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് നോട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ്. 344 അല്ലെങ്കിൽ 330 പർച്ചേസ് എടുത്തിരുന്നെങ്കിൽ, അതായത് ഒരു 2 ദിവസം 3 ദിവസം മുൻപ് ഡേ ക്യാൻഡിൽ നമുക്ക് കാണാം. 2 ദിവസം മുമ്പൊക്കെ 344 340 ആ റേഞ്ചിലൊക്കെയാണ് ഈ സ്റ്റോക്ക് നിന്നിരുന്നത്. ഒരു 4 ദിവസം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 340 റേഞ്ചിലായിരുന്നു. അതിന് മുന്നേ 330 റേഞ്ചിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കൺസിഡർ ചെയ്ത അല്ലെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് എടുത്ത ഒരാളെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ന് ഇപ്പം ക്രിയേറ്റ് ചെയ്തത് 363 ഹൈ ആണ്. RSI 60 അബോവ് ഉണ്ട്. ഇതും വരും ദിവസങ്ങളിലേക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അടുത്തടുത്തുള്ള റെസിസ്റ്റൻസ് പോയിൻറ്റ്സ് നമുക്ക് പിവറ്റ് പോയിൻ്റ് വഴി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് NMDC ചെക്ക് ചെയ്യാം. NMDC ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 241.53 ക്ലോസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് 245 245.59 ആൻഡ് അത് കഴിഞ്ഞ് 261, ദെൻ 276.83. നെക്സ്റ്റ് കൺസിഡർ ചെയ്യുന്നത് അശോകയാണ്. അശോക ഇന്ന് 293 വരെയുള്ള ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് 284.61 ക്ലോസ് ചെയ്തേക്കുന്നത്. ഡേ ക്യാൻഡിലിൽ നല്ല RSI ഉണ്ട്. ലാസ്റ്റ് ഒരു 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കാം. ഒരു കൈൻഡ് ഓഫ് കൺസോളിഡേഷൻ എന്ന് നമുക്ക് പറയാം. ഒരു സപ്പോർട്ടിലാണ് ലാസ്റ്റ് 15 മിനിറ്റിൽ നിൽക്കുന്നത്. 285 എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്.
വാച്ച് ചെയ്തിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് അശോക. ദെൻ RVNL. RVNLൻ്റെ ഡേ ക്യാൻഡിലിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നല്ലൊരു റിവേഴ്സൽ പാറ്റേൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു ഡബിൾ ബോട്ടം പ്രൊവൈഡ് ചെയ്ത് റിവേഴ്സ് ചെയ്തിരിക്കുകയാണ് RVNL. നമുക്ക് തൊട്ടടുത്ത് 470.55 ക്ലോസിങ് വന്നിരിക്കുന്നത്. 478 അടുത്ത ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ലൈക്വൈസ് നമുക്ക് ഹയർ ടാർഗറ്റ്സ് ഉള്ള ഒരു സ്റ്റോക്കാണ് RVNL. ദെൻ ഫ്ലൂറോകെം ഓൾസോ വോളിയം കമ്പാരറ്റീവ്ലി കുറവാണ്. ഈവൻ ദോ അത്യാവശ്യം RSI ഉണ്ട്. വരും ദിവസങ്ങളിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഫ്ലൂറോകെം. ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസിനെ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാൻ പറ്റും. ഒരു ഷോർട്ട് ടൈം ഒരു പൊസിഷണൽ ട്രേഡിന് എൻട്രി എടുക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ഫ്ലൂറോകെം. അടുത്തത് ടാറ്റ മോട്ടോഴ്സ് ആണ്. ടാറ്റ മോട്ടോഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സേഫ് എൻട്രിക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തിട്ട് എൻട്രി എടുത്താൽ മതി. അത്ര നല്ല പൊസിഷൻ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഒരു പൊസിഷണൽ ട്രേഡിന് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഐഡിയൽ കണ്ടീഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. RSI 45 ഉള്ളൂ, ഇത്തിരി വീക്കാണ്. ഈവൻ ദോ വി ക്യാൻ കീപ്പ് ഇറ്റ് ഇൻ ദ വാച്ച് ലിസ്റ്റ്. ദെൻ L&T ആണ്. L&T ഇന്ന് നല്ലൊരു മൂവ്മെൻറ്റ് തരികയുണ്ടായി. L&T ഇന്ന് 3960.94 ഹൈ ക്രിയേറ്റ് ചെയ്ത് 3947 ക്ലോസ് ചെയ്തത്. നല്ലൊരു ഹൊറിസോണ്ടൽ ബ്രേക്കൗട്ടാണ് L&T പ്രൊവൈഡ് ചെയ്തത്. ലോങ് ടൈം കൺസോളിഡേഷന് ശേഷമുള്ള ഒരു ബ്രേക്കൗട്ട് ആയിരുന്നു. L&T നമുക്ക് ഫ്യൂച്ചറിലേക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് EMS ലിമിറ്റഡ് ആണ്. EMS ലിമിറ്റഡ് ഇന്ന് അത്യാവശ്യം നല്ലൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. ഇതൊരു ഡിസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേണിലായിരുന്നു. 880 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കീ റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. അതിനെ ക്രോസ് ചെയ്യുകയുണ്ടായി. നമുക്കൊരു 950 ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ടാർഗറ്റ്. ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഹൈ എന്ന് പറയുന്ന ഓൾമോസ്റ്റ് അതിന് അടുത്ത് വരെ പോയി. 944.96 ഹൈ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. ആൻഡ് ഹയർ ടാർഗറ്റ്സ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് EMS ലിമിറ്റഡ്. ബട്ട് ഒബ്സർവ് ചെയ്തതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുക. 71 ഉണ്ട് RSI, നോട്ട് ബാഡ്. MTNL ആണ് അടുത്ത സ്റ്റോക്ക്. MTNL ഇന്ന് 12% മൂവ് തരികയുണ്ടായി. ഞാൻ എസ്റ്റർഡേ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഒരു വാച്ച് ലിസ്റ്റാണ് ആക്ച്വലി. ഇന്ന് MTNL തന്നത് 12% അപ്പ് മൂവാണ്. MTNL നമുക്കൊരു 60 ആണ് ഞാൻ നിയർ ബൈ ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്തത്. ബട്ട് ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഹൈ 59.3 സംതിങ് ആണ് ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തത്. ഓൾമോസ്റ്റ് അതിൻ്റെ ടാർഗറ്റ് ഇന്ന് അത് മീറ്റ് ചെയ്യുകയുണ്ടായി. ദെൻ ഫിലാറ്റെക്സ് ആണ് അടുത്തത്. ഫിലാറ്റെക്സ് ഒരു ഡിസെൻഡിങ് ചാനൽ ഡെയിലി ചാർട്ടിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 70യുടെ റെസിസ്റ്റൻസിന് എബോവ് ഒരു ക്ലോസിങ് നമുക്ക് തരികയാണെങ്കിൽ ഒരു 76 to 80 ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അത്യാവശ്യം RSI ഉണ്ട് ഇപ്പോഴും. സോ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഇന്നലെ 73 വരെ അപ്പ് മൂവ് തരികയുണ്ടായി. ഇന്ന് 70 to
27 വരെ മൂവ് ചെയ്തു. ആൻഡ് ക്ലോസിങ് വന്നേക്കുന്നത് 70യുടെ എബോവ് ആണ്. നിയർ ബൈ ഡേയ്സിൽ നമുക്ക് നല്ലൊരു മൊമെൻറ്റം അപ് ടു 80 വരെയൊക്കെ ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. തരാവുന്ന ഒരു സ്റ്റോക്കാണ് ഫിലാറ്റക്സ് എന്ന് ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ടിറ്റഗഡ് ആണ്. ടിറ്റഗഡ് ഒരു പൊസിഷണൽ ട്രേഡിന് പറ്റിയൊരു സ്റ്റോക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. RSI അല്പം കുറവാണ്, 55.82 ആണ്. ബട്ട് നമുക്ക് നിയർ ബൈ ഒരു മൊമെൻറ്റം കിട്ടാവുന്ന ഒരു സ്റ്റോക്കാണ് എന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നു. 1245 ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അത്യാവശ്യം നല്ല അപ്പ് മൂവ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ദെൻ EIEL ആയിരുന്നു അടുത്ത സ്റ്റോക്ക്. EIEL ഈ അടുത്ത് IPO വന്ന ഒരു സ്റ്റോക്കാണ്. ഇന്ന് ഏകദേശം 10% ഹൈയിലാണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് അത് കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട്. 290 ഒക്കെയാണ് ഞാനൊരു ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇന്ന് 284.80യുടെ ഹൈ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് EIEL. ദെൻ കംസ് HFCL. HFCL ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ ഡേ ക്യാൻഡിൽ വളരെ നല്ലൊരു ട്രെൻഡ് ലൈൻ കീപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. സോ ഇത് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. ദെൻ സിയറ്റ് ലിമിറ്റഡ്. സിയറ്റ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 3415 വീണ്ടും ഒരു റീ എൻട്രി എടുത്ത് ട്രെൻഡ് ലൈൻ ടെസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് സിയറ്റ് ലിമിറ്റഡ്. ആൻഡ് ഓൾസോ ഒരെണ്ണവും കൂടെ ഞാൻ നാളേക്ക് കൺസിഡർ ചെയ്യുന്നുണ്ട്. നാളത്തേക്കല്ല, ഈ കമ്മിങ് വീക്കിലേക്ക്. നിയർ ബൈ ഹെഗാണത്. ഹെഗിന് ഏകദേശം ഒരു 6%-7% ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലെ റിജക്ഷന് ശേഷം ഇന്ന് അത്യാവശ്യം നല്ലൊരു ക്യാൻഡിൽ ഹെഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. RSI എബോവ് 70 ആണ്, 76 ഉണ്ട് RSI. സോ ഇതും നമുക്ക് ഇൻട്രാഡേയ്ക്കും അതുപോലെ തന്നെ ഒരു പൊസിഷണൽ ട്രേഡ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിന് വേണ്ടിയൊക്കെ കൺസിഡർ ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. ഡെയിലി ക്യാൻഡിലും വീക്ക്ലി ക്യാൻഡിലും നല്ലൊരു പാറ്റേൺ ഹെഗ് കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. RSI ഓൾസോ വീക്ക്ലി ആൻഡ് ഡെയിലി ക്യാൻഡിൽ നല്ല RSI കാണിക്കുന്നുണ്ട്. സോ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഇട്ട് ഒബ്സർവ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ഹെഗ്. ഒരുപാട് സ്റ്റോക്സ് ആയി ഇപ്പോൾ തന്നെ. ബാക്കി നമുക്ക് വഴിയെ നോക്കാം. ഇതിപ്പോൾ തന്നെ അത്യാവശ്യം സ്റ്റോക്സ് ആയിട്ടുണ്ട്.